നിങ്ങൾ ഈ ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് കൊടുക്കുന്ന വെള്ളം ശുദ്ധമാണെങ്കിൽ പുഴയിലെ മത്സ്യങ്ങൾ എങ്ങനെ ചാവുന്നു? ഈ പ്രദേശത്ത് കൃഷികൾ എങ്ങനെ നശിക്കുന്നു? കൂട്ടത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ആരോഗ്യമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ ഈ തുക കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് കരുതിയോ? മിസ്റ്റർ വേണു, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. കോടതി വിധി വളച്ചൊടിച്ച് മലിനജലം പുഴയിലേക്ക് ഒഴുക്കിയാൽ ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ കാശ് കൊണ്ടെന്ന് എന്റെ കണ്ണു കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. അവന്റെ കണ്ണ് തുറക്കട്ടെ. അത്രയും കൂടി കൊടുത്തേക്കൂ. യെസ് സർ. സാർ ഇത് വാങ്ങിക്കൂ. എന്താ ഇത്? സാർ ഒന്നും പറയരുത്. ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്. ഇല്ലെങ്കിൽ ഈ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരും. ശരി. ഇവിടെ ജോലി ചെയ്യുന്ന 4000-ഓളം തൊഴിലാളികളെ പട്ടിണിക്കിടേണ്ടെന്ന് കരുതി മാത്രം ഞാനിത് വാങ്ങിക്കുന്നു. കടലാസല്ല സർക്കാരേ, നാടിന് വേണ്ടത് ശുദ്ധജലം. കടലാസല്ല സർക്കാരേ, നാടിന് വേണ്ടത് ശുദ്ധജലം. മലിനീകരണത്തിന്റെ കാര്യത്തിൽ ഒരു വ്യവസായശാല അടച്ചു പൂട്ടുമ്പോഴുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ കണക്കിലെടുക്കണ്ടേ? എന്റെ അന്വേഷണത്തിൽ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടാകാവുന്നതിൽ കവിഞ്ഞ പൊല്യൂഷനൊന്നും ഇവിടെയില്ല. ഉള്ളത് പെരുപ്പിച്ച് കാണിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പത്രക്കാരാ. എന്റെ പത്രം ഗവൺമെന്റിനെ വിമർശിച്ചിട്ടില്ല. സാറ് ഇന്നത്തെ എന്റെ മുഖപ്രസംഗം വായിച്ചില്ലേ? ഇല്ലെങ്കിലൊന്ന് വായിച്ചു. ഫോട്ടോ ഒന്നും എടുക്കണ്ട. അപ്പോ ഒരു ചോദ്യം കൂടെ. എന്താണ്? അങ്ങയുടെ മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ചോ അതോ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ചോ? അതെന്റെ കുടുംബകാര്യമാണ്, നിങ്ങൾ അന്വേഷിക്കണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി. അയാളോട് അത്രയ്ക്ക് ചൂടാവേണ്ടിയിരുന്നില്ല. വേണം. കഴിഞ്ഞ അബ്കാരി ലേലത്തിൽ ഞാൻ കൈക്കൂലി വാങ്ങിയ നിവനല്ലേ എഴുതിയത്? എന്റെ മോടെ കല്യാണത്തിനും വരണ്ട. കല്യാണക്കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യം ഞാൻ ഓർത്തത്, ആ ഡോക്ടർ വാർഡിന്റെ സ്ഥലമാറ്റം ഇതുവരെ റദ്ദ് ചെയ്തില്ലല്ലോ. അവനല്പം വിഷം കൊണ്ടുവേണു. 10-18 വർഷമായി അയാൾ വിട്ടിരിക്കുന്നു. ഹെൽത്ത് ഡയറക്ടറോട് ആലോചിച്ചപ്പോ നിങ്ങൾ എന്തിനും ഡയറക്ടറോട് ആലോചിക്കണം? മറ്റു മന്ത്രിമാർ ചെയ്യുന്നത് കാണുന്നില്ലേ? സാറൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ പാർട്ടി കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു പാർട്ടിയാണ്. അഖിലേന്ത്യാ തലത്തിൽ പണം പിരിക്കാനും നമ്മളെ കൊണ്ടാവില്ല. വേണ്ടത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കണം. അതിന് നമ്മുടെ കയ്യിലുള്ള വകുപ്പുകളോ നക്കാപ്പിച്ച എക്സൈസും ആരോഗ്യവും. മന്ത്രി കസേര ഒന്നും ഉണ്ടാവില്ല. ഉള്ള സമയം കൊണ്ട് 4 കാശുണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോ ചിലപ്പോ കുത്തുവാൾ എടുക്കേണ്ടി വരും. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ആ മകളുടെ കല്യാണക്കാരത്തിന് ആ ഡോക്ടറെയാണ് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 100 പവനെങ്കിലും പിരിച്ചു തരാമെന്ന് അങ്ങനെ വാക്ക് തന്നതാണ്. ഈ സമയത്ത് ഡോക്ടർ വാര്യ സ്ഥലം മാറ്റാൻ പറ്റില്ല. പ്രകടനക്കാരെ ശബ്ദം കൂട്ടിയല്ലോ. അതാ പത്രക്കാരെ കേൾപ്പിക്കാനാ. വേറെ കുഴപ്പമൊന്നും. ഏയ്, പ്രകടനം നടത്തുന്ന എന്റെ ആൾക്കാരാ. ഞാൻ പോയി പറഞ്ഞു വിട്ടേക്കാം. തിരുവനന്തപുരത്ത് നിന്നും എന്നിങ്ങോട്ട് മാറ്റമായി ഒരാഴ്ചയായി സർ. ഇന്നലെ തൃശ്ശൂരിലായിരുന്നു ക്യാമ്പ്. രാമനിലയത്തിൽ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാഞ്ഞതുകൊണ്ട് തീരെ ഉറങ്ങാൻ സാധിച്ചില്ല. ഞാൻ അല്പം വിശ്രമിക്കട്ടെ. നിങ്ങൾ എങ്ങനെ അതിനകത്ത് വന്നു? നടന്നു വന്നു. എന്ത് വേണം? മന്ത്രി ഒന്ന് കാണാൻ. ഇപ്പൊ കാണാൻ പറ്റില്ല, ഉറങ്ങുകയാണ്. ഉണരുമല്ലോ. മിനിസ്റ്ററെ കാണാൻ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിട്ടുണ്ടോ? മന്ത്രിയെ കാണാൻ അനുവാദം വാങ്ങിയിട്ടുണ്ടോ എന്ന്? ആരോട്? എഴുന്നേൽക്കണം. സന്ദർശകർക്ക് ഇരിക്കാനുള്ളതല്ലേ ഇതൊക്കെ? എഴുന്നേൽക്കണം. ഇല്ലെങ്കിൽ അടിച്ചു നിന്റെ എല്ലൊടിക്കും. മിസ്റ്റർ ജോഷി ജോൺ, ഈ ശരീരത്തിലെ എല്ലുകൾ താൻ പലപ്പോഴായി തല്ലിയൊടിച്ചതല്ലേ? 48-ലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എന്നെ പുൽപ്പള്ളിക്കാട്ടിൽ വെച്ച് ഇരുട്ടിനെ പോലും നശിപ്പിക്കത്തക്ക വിധം
തല്ലി ചതച്ചില്ലേ? അന്ന് താനൊരു കോൺസ്റ്റബിൾ ആയിരുന്നു. 54-ലെ മിച്ചഭൂമി സമരം നയിച്ചതിന് കക്കയിൽ ലോക്കപ്പിൽ വെച്ച് എന്നെ തേജോവധം ചെയ്തില്ലേ? അന്ന് താനൊരു സബ് ഇൻസ്പെക്ടറായിരുന്നു. അധികാരമോഹികളുടെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന് താൻ പിന്നീട് നേടിയെടുത്തതല്ലേ ചുമലിൽ കാണുന്ന ഈ പുതിയ ചിഹ്നങ്ങൾ? സഖാവ് കൃഷ്ണപിള്ള ശത്രുവാണെങ്കിലും താൻ ഇന്നും എന്റെ പേരോർക്കും. മിത്രങ്ങളിൽ പലരും അത് മറന്നു. സർ, ഇദ്ദേഹം മിസ്റ്റർ കൃഷ്ണപിള്ള. സഖാവ് കൃഷ്ണപിള്ള എന്നായിരുന്നു നിങ്ങൾ എന്നെ മുമ്പ് വിളിച്ചിരുന്നത്. യെസ് യെസ്, സഖാവ്. വരൂ. ഇരിക്കൂ. നിൽക്കുകയായിരുന്നു ഇതുവരെ, മന്ത്രിയെയും കാത്ത് ആ ഫാക്ടറി പഠിക്കൽ. അന്വേഷണത്തിൽ വന്ന നിങ്ങൾ പരാതിക്കാരെ കാണാതെ ഫാക്ടറി മുതലാളിയുടെ സൽക്കാരവും സ്വീകരിച്ച് പിൻവാതിൽ കടന്ന് ഒളിച്ചോടി പോന്നു ഇല്ലേ? ഒളിച്ചോടേണ്ട കാര്യമൊന്നും എനിക്കില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവരെ കണ്ടില്ല? വിഷബാധയേറ്റ് ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ കാണാതെ മുതലാളിയുടെ എയർ കണ്ടീഷൻ മുറിയിലിരുന്നാണോ നിങ്ങളുടെ അന്വേഷണം? ഇതിനാണോ തിരുവനന്തപുരത്ത് യാത്രപ്പടിയും പറ്റി സ്റ്റേറ്റ് കാറിൽ കൊടിയും പറത്തിച്ച് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ക്ഷോഭിക്കരുത്. മന്ത്രിയാണെങ്കിലും സ്വന്തം തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഞങ്ങളുടേത് ഒരു കൊച്ചു പാർട്ടിയാണ്. നാണമില്ലല്ലോടോ ഗോവിന്ദ നിനക്കിത് എന്നോട് പറയാൻ. അല്ലിന്റെ നിയന്ത്രണത്തിൽ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതിനേക്കാൾ അഭിമാനത്തോടെ താൻ ചെയ്തിരുന്ന പഴയ തൊഴിലായിരുന്നില്ലേ ഇതിലും ഭേദം? കൂട്ടുമന്ത്രിസഭയുണ്ടാക്കി ലൈസൻ കമ്മിറ്റിയിൽ ചുമൽ കൈയിട്ട് സംസാരിച്ച് പിരിച്ചിട്ട് സ്വന്തം അണികളെ വിട്ട് എന്റെ മന്ത്രിയെ തെരുവറിയിപ്പിക്കുകയോ? കൃഷ്ണപിള്ള ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി അല്ല സംസാരിച്ചത്. അദ്ദേഹം നിങ്ങളുടെ പാർട്ടി അംഗമല്ലെന്നാണോ പറയുന്നത്? ഈ ഓഫീസിലല്ലേ അങ്ങനെ താമസിക്കുന്നത്? എന്റെ മന്ത്രി അപമാനിച്ചതിന് ലൈസൻ കമ്മിറ്റി കെടുന്ന നിലയ്ക്ക് നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ. കൃഷ്ണപിള്ളയുടെ സ്വഭാവം ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. സഖാവ് നിങ്ങളുടെ അമ്മാവനല്ലേ? കൃഷ്ണപിള്ളയുടെ അനന്തരവനായിട്ടല്ല, എന്റെ പാർട്ടിയുടെ ലീഡർ എന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ മന്ത്രി അപമാനിച്ചവരാരായാലും ഞാൻ സഹിക്കില്ല. എന്റെ പാർട്ടിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. സഖാവ് എന്ത് വൃത്തികേടാ കാണിച്ചത്? ആ മന്ത്രിയോട് എന്തൊരു അനാവശ്യമാണ് പറഞ്ഞത്? ഓ, അത് പരാതിപ്പെടാനാണോ അവനിങ്ങോട്ട് വന്നത്? ഈ പാർട്ടി ഓഫീസിൽ താമസിച്ചുകൊണ്ട് പാർട്ടിയുടെ മുഖത്ത് കരുതയ്ക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഇനിയും സഹിക്കാനൊക്കില്ല. സഖാവ് പോയി മന്ത്രിയോട് മാപ്പ് പറയണം. ഘടകകക്ഷികളുമായി കൂട്ടിച്ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. വിട്ടുവീഴ്ച പാർട്ടിയുടെ വീഴ്ചയ്ക്കാവരുത്. മിസ്റ്റർ വേണുവിനെ പിടുക്കിയാൽ ഇവിടെ വീഴുന്നത് മന്ത്രിസഭയായിരിക്കും. 5 MLA-മാരുടെ സംഘടനാ നേതാവാണ് അദ്ദേഹം. എന്ത് സംഘടന? ഈ രാജ്യത്തോടോ സമൂഹത്തോടോ സ്വന്തം മനസാക്ഷിയോട് പോലുമോ കടപ്പാടില്ലാത്ത അവസരവാദികളുടെ സംഘടനയല്ലേ? അവരെ അധികാരത്തിലേറ്റി ഇത്തിക്കണ്ണി പോലെ വളരാൻ അനുവദിച്ചാൽ അവസാനത്തെ അത്താഴവും കഴിഞ്ഞ് യൂദാസിനെ പോലെ അവർ നമ്മെ ഒറ്റിക്കൊടുക്കും. ഓർമ്മയിരിക്കട്ടെ. സഖാവ് എവിടെ പോകുന്നു? ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പാർട്ടിയുടെ മുഖത്ത് കരി തേക്കാതിരിക്കാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങിത്തരാം.